പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ് ഇത് ബാങ്കും ഇഖാമത്തും അല്ലെ. വഹുമാ ഖുസൂസിയാത്തിന, മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സമുദായത്തിൽ എന്തില്ലായിരുന്നു? ബാങ്കും ഇഖാമത്തും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ മക്കയിലെ ജീവിതത്തിൽ എന്തില്ലായിരുന്നു? വാങ്കില്ലായിരുന്നു. വാങ്ക് ശറഅ ആകുന്നത് മദീനയിൽ എത്തിയതിനു ശേഷമാണ്, മദീനയിൽ വന്നതിന് ശേഷമാണ്. അതാണ് വമിനൽ മഅലൂമി ബിദ്ദീനി ബിദ്ദറൂറ, മാത്രമല്ല ബാങ്ക് എന്നുള്ളത് ദീനിൽ അറിയപ്പെട്ട കാര്യമാണ്, എല്ലാവർക്കും അറിയാം. പരിശുദ്ധ ഇസ്ലാമിന്റെ ചിഹ്നമാണ് ബാങ്ക് എന്ന്. അപ്പോൾ വയകഫിറു ജാഹിദുഹാ, ബാങ്ക് ഇല്ല എന്ന് പറയുന്ന ഒരാള് കാഫിറായി പോകും. ബാങ്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇസ്ലാമിൽ പരസ്യമായിട്ട് ബാങ്ക് വിളിക്കണമെന്നൊന്നുമില്ല. ചിലരൊക്കെ പൊതുസമൂഹത്തിനോടൊപ്പം നിന്നിട്ട് ബഹുസ്വരത എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ പറയുന്നവര് മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരസ്യമായിട്ട് ബാങ്കൊന്നും വിളിക്കണ്ട, അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ബാങ്ക് വിളിക്കണമെന്നില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഹുക്കം എന്താണ്? അവൻ കാഫിറാണ്. 5 വഖ്ത് നിസ്കാരത്തെ നിഷേധിക്കുന്നവൻ കാഫിറാകുന്നത് പോലെ ബാങ്കിനെ നിഷേധിക്കുന്നവനും കാഫിറാകുന്നതാണ്. അതാണ് ഹിജ്റയുടെ 1-ാമത്തെ വർഷമാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ വാങ്ക് ശറഅാകുന്നത്. അതിനൊരു സംഭവമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. ഒരിക്കൽ ഇപ്പം മക്കയില് പരസ്യമായിട്ട് വാങ്ക് വിളിക്കാനോ ആളുകളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാനൊന്നും കഴിയില്ലായിരുന്നു. കാരണം എന്താ? മക്കയിൽ രഹസ്യമായിട്ടാണ് മുസ്ലിമീങ്ങളൊക്കെ ഇബാദത്തുകൾ ചെയ്തിരുന്നത്. പരസ്യമായി ഒരിക്കൽ ഇബാദത്ത് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കഅബ ശരീഫിന്റെ മുറ്റത്ത് വന്നപ്പോഴാണ് നബി തങ്ങളുടെ തോളിലേക്ക് ചീഞ്ഞളിഞ്ഞ കൊടൽമാല ഇട്ടത്. അതുപോലെ മഹാന്മാര് പല സഹാബാക്കളും വന്ന് പരസ്യമായി നിസ്കരിച്ചപ്പോൾ അവർ ബോധം നഷ്ടപ്പെടുന്ന തരത്തിൽ അവരെ ആക്രമിച്ചിട്ടുണ്ട് ഖുറൈശികൾ. അപ്പോൾ പരസ്യമായിട്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാനോ ബാങ്ക് പോലെയുള്ള കാര്യങ്ങളൊന്നും മക്കയിൽ പറ്റൂലായിരുന്നു. അത് നമുക്കൊരു മാതൃകയാണ്. എവിടെയെങ്കിലും നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മളുടെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ധീരത കാണിച്ച ആളുകളോട് ശത്രുത വെച്ചിട്ട് എന്ത് ചെയ്യണ്ട? നമുക്ക് ആ നിലയിലൊന്നും കാര്യങ്ങൾ നീക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പം കേരളം പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, മറ്റുള്ള സഹോദര സമുദായങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ജീവിതം, 13 വർഷക്കാലത്തെ ജീവിതം. അവിടെ മറ്റുള്ളവരെ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി പരസ്യമായിട്ട് ഇബാദത്ത് ചെയ്യുവാനും മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ടില്ല. ഹിജ്റ പോയത് തന്നെ നബിതങ്ങൾ എങ്ങനെയാണ്? രഹസ്യമായിട്ടാണ് ഹിജ്റ പോയത് വരെ. അപ്പൊ നമ്മൾ കേരളത്തിലൊക്കെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലായിരിക്കണം നമ്മുടെ സമീപനങ്ങളും. ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഉള്ള സ്ഥലത്ത് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും പരസ്യമായിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ വാങ്ക് മദീനയിൽ വെച്ചാണ് അത് സുന്നത്താകുന്നത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, അമറനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നാഖൂസ് ബിഅമലിൻ ലിയുളറബ ബിഹി ലിന്നാസിൽ ജംഇ സ്വലാത്ത്. ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും കൂടി മദീന പള്ളിയിൽ ഇരുന്നുകൊണ്ട് മീറ്റിംഗ് ആയി. എന്താണ്? മുസ്ലിമീങ്ങളൊക്കെ വ്യാപിച്ചു വരികയാണ്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് ജമാഅത്തിന് 5 വഖ്ത് നിസ്കരിക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ആളുകളെ പള്ളിയിലേക്ക് വിളിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ആലോചനകളായി. അപ്പോ ചിലർ പറഞ്ഞു, നബിയെ നമുക്കെന്ത് ചെയ്യാം? തീ കത്തിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മജൂസികളുടെ രീതിയാണ് തീ കത്തിക്കല്. ചിലര് പറഞ്ഞു നമുക്ക് ഊത്തൂതാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ജൂതന്മാരുടെ രീതിയാണ്, അത് ഊത്തൂതൽ. ചിലര് പറഞ്ഞു നമുക്ക് സമയമാകുമ്പോൾ മണി അടിക്കാം. അത് ആരുടെ രീതിയാണ്? ക്രിസ്ത്യാനികളുടെ രീതിയാണ്. ഇതൊന്നും നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ എന്ത് വേണമെന്നിങ്ങനെ ആലോചിച്ചു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകളെ അറിയിക്കലല്ലേ നമുക്ക് ആവശ്യം, നമുക്ക് ചെണ്ട കൊട്ടാം. അപ്പൊ ചെണ്ട കൊട്ടം എന്ത് ചെയ്യും? ആളുകളൊക്കെ വരും എന്ന് പറഞ്ഞു. ഈ ഒരു തീരുമാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു, നാളെ മുതൽ ചെണ്ട കൊട്ടുന്ന ജോലി നിങ്ങൾക്കാണ്, സമയമാകുമ്പോൾ ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടാൻ വേണ്ടി ചെണ്ട കൊട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇത് കേട്ടുകൊണ്ട് പോയി. അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അദ്ദേഹം ചെണ്ടയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് സ്വപ്നത്തിൽ. അങ്ങനെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല എന്നെ ചുറ്റി നടന്നു. എന്നിട്ട് യഹ്മിലു നാഖൂസൻ ഫീ യദിഹി, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെണ്ടയുണ്ട്.
ഫഖുൽതു യാ അബ്ദുല്ലാ അതബീഉ നാഖൂസ. അപ്പോൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ഈ ചെണ്ട വിൽക്കുന്നുണ്ടോ? കാരണം നബി തങ്ങൾ എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നാളെ മുതൽ ചെണ്ട കൊട്ടി ജനങ്ങളെ നിസ്കാരത്തിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ചെണ്ട എനിക്ക് വിൽക്കുമോ? ഫഖാല വമാ തസ്നഉ ബിഹി, നിങ്ങൾക്ക് എന്തിനാണ് ചെണ്ട? ഫഖുൽതു നദ്ഉ ബിഹി ഇല സ്വലാ, ആളുകളെയൊക്കെ നിസ്കാരത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയാണ് ചെണ്ട. ഖാല അവന അദുല്ലുക അലാ മാ ഹുവ ഖൈറുൻ മിൻ ദാലിക, നിസ്കാരത്തിലേക്ക് വിളിക്കാനാണെങ്കിൽ ഇതിനേക്കാൾ ഒരു നല്ല രീതി ഞാൻ പറഞ്ഞു തരട്ടെ, ഇതിനേക്കാൾ ഉത്തമമായ കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെ. ഫഖാൽതു ബല, ഞാൻ പറഞ്ഞു തരും. ഫഖാല, അപ്പോൾ വന്നയാള്, ഈ ചെണ്ടയുമായിട്ട് വന്നയാളാണ് പറഞ്ഞത്, നിങ്ങൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യും? നിസ്കാരത്തിന് വിളിക്കാൻ എന്ത് ചെയ്താൽ മതി? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇതിങ്ങനെ തുടർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പിറ്റേന്ന് പ്രഭാതമായി, പിറ്റേന്ന് ചെണ്ട കൊട്ടേണ്ട സമയമല്ലേ, പെട്ടെന്ന് പ്രഭാതമായപ്പോൾ ഇദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് സുമ്മസ്തഅഖറ, എന്നിട്ട് ഈ മനുഷ്യൻ ബാങ്കിന്റെ ഈ വചനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഈ മനുഷ്യൻ തിരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് ഇഖാമത്ത് കൊടുക്കണ്ടേ? ജനങ്ങളെ നിസ്കാരത്തിന്റെ സമയമായെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ പള്ളിയിലേക്ക് വിളിക്കാൻ ബാങ്ക് കൊടുത്തു. ഇനി പള്ളിയിൽ എത്തിയവരെ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ വേണ്ടി നിർത്തണ്ടേ? അതിനെന്ത് വേണം? ഇഖാമത്ത്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വന്ന മനുഷ്യൻ തന്നെ ഇഖാമത്തിന്റെ വചനങ്ങളും അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം ഇതെല്ലാം കേട്ടു. ഫലമ്മാ അസ്ബഹതു അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രഭാതമായപ്പോൾ, സുബഹിയായപ്പോൾ ഉടനെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്ന് ഫഅഖ്ബറതുഹു ബിമാ റഅയ്തു, ഞാൻ കണ്ടതെല്ലാം മുത്തനബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു. ഫഖാല ലഹാ ഇന്നഹ റുയാ ഹഖ്, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ കണ്ട സ്വപ്നം സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഈ കണ്ട സ്വപ്നം എന്ന്. ഇപ്പൊ നബി തങ്ങൾക്ക് സാധാരണ നമ്മളിലൊക്കെ അല്ലെ, ഉസ്താദിന്റെ അടുത്തൊരു ശിഷ്യം വന്നവർക്ക് ഉസ്താദ് ഉൾക്കൊള്ളോ? ഞാൻ കാണാത്ത കാര്യം നീ കണ്ടാലോ? പറ്റൂല അല്ലേ, നമ്മുടെ ഈഗോ വർക്കൗട്ട് ആവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നീ കണ്ട സ്വപ്നം സത്യമാണ്. ഇതൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ എങ്ങനെയാകണം പെരുമാറ്റങ്ങളും രീതികളും ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാലും കേൾക്കേണ്ടത് കേൾക്കണമെന്ന് അല്ലാഹു തആല ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാ, നിങ്ങൾ കണ്ട സ്വപ്നം സത്യമാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീ ഇപ്പോൾ ഇത് വിളിക്കണ്ട. നീ ബിലാലിനെ വിളിച്ചു കൊണ്ടുവാ. നീ കണ്ട വചനങ്ങൾ നീ ബിലാലിന് പറഞ്ഞു കൊടുക്ക്. ബിലാൽ ബാങ്ക് വിളിക്കട്ടെ. ബിലാലിന് നിന്നേക്കാൾ ഉയർന്ന ശബ്ദമുണ്ട്. അവിടെ സവർണ മനോഭാവമോ ഒന്നുമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണ്? വിഗ്രയായ അടിമയാണ്, കാണാൻ സൗന്ദര്യമില്ലാത്ത ആളാണ്, സമൂഹത്തിന്റെ മുൻനിരയിൽ നിൽക്കാത്ത ആളാണ്, അല്ലെ, അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ റസൂലുള്ള പറഞ്ഞു, ബാങ്ക് വിളിക്കാൻ ഒരു യോഗ്യതയുണ്ട്, അതിന് ഉയർന്ന ശബ്ദം വേണം, അതിന് യോഗ്യത ബിലാലാണ് റളിയല്ലാഹു അൻഹു. ബിലാലിനോട് നീ പറഞ്ഞു കൊടുക്ക്, വിളിക്കട്ടെ. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കണ്ടതിന് എനിക്ക് ബിലാലിന് പറഞ്ഞു കൊടുക്കാൻ, എനിക്ക് എന്റെ ക്രെഡിറ്റ് എനിക്ക് വേണം, ഞാൻ വിളിക്കുമെന്ന് അബ്ദുല്ലാഹ് റളിയല്ലാഹു പറഞ്ഞോ? ഇല്ല, ബിലാലിന് പറഞ്ഞു കൊടുത്തു. അതാണ് അനുസരണ. അതാണ് ആര് ഏത് കാര്യവും നേതാവിനെ അനുസരിക്കുക. അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അതിവിടെ കാണിച്ചു തരികയാണ്. ഫജഅൽതു അൽഖൈതു അലൈഹി, ഞാൻ തന്നെ ബിലാലിനെ വിളിച്ചു കൊണ്ടുവന്നു, ബിലാലിന് ഈ വചനങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ഫയുഅദ്ദിനു ബിഹി, മദീന പള്ളിയിൽ നിന്നുകൊണ്ട് ഉയർന്ന ശബ്ദത്തിൽ, മനോഹരമായ ശബ്ദത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യത്തെ ബാങ്ക് മുഴക്കുകയാണ്. ഫസമിഅ ദാലിക ഉമർ ഇബ്നുൽ ഖത്താബ്, വീട്ടിൽ ഇരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ശബ്ദം കേട്ടു. മദീന പള്ളിയുടെ അടുത്ത് വീട്ടിലായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ശബ്ദം കേട്ടു. ഉടനെ വഹുവ ഫീ ബൈതിഹി ഫഖറജ ബിജർരി റിദാഅ്, തോളിക്കിടന്ന തട്ടവും വലിച്ചഴിച്ചുകൊണ്ട് പെട്ടെന്ന് മദീന പള്ളിയിലേക്ക്
ഉമർ ബിൻ ഖത്താബ് വരികയാണ്, യഖൂലു വല്ലദീ ബഅസക ബിൽ ഹഖ് യാ റസൂലല്ലാഹ് ലഖദ് റഅയ്തു മിസ്ല മാ റഅ. നബിയേ, അങ്ങയെ തന്നെ സത്യം, അങ്ങയെ റസൂലായി അയച്ച അല്ലാഹുവിൽ തന്നെ സത്യം, അബ്ദുള്ള കണ്ട അതേ കാര്യം, അതേ വചനങ്ങൾ ഞാനും കണ്ടു നബിയേ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആവേശമുണ്ടായത്. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ വചനം മദീന പള്ളിയിൽ നിന്ന് കേൾക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മുത്തനബിതങ്ങളോട് വന്ന് പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാഹ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വാക്ക് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് പറയുകയാണ്, റഹാ ബിദ്അത്തു അശറ സഹാബിയ. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, 10ഓളം സഹാബാക്കൾ ഈ സ്വപ്നം അന്നത്തെ രാത്രി കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പൊതുധാരണ വരാൻ വേണ്ടി അല്ലാഹു തആല ഇവരെല്ലാവരെയും കാണിച്ചു കൊടുത്തു. ഇതാണ് അന്ന് മുതലാണ് ഹിജ്റയുടെ 1-ാമത്തെ വർഷം മദീനയിൽ വെച്ചിട്ടാണ് ഈ ബാങ്ക് ശറഅാകുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം ഇതാണ്. അപ്പോൾ ഇനി നമുക്കറിയാം, ഫർള് നിസ്കാരങ്ങൾക്കാണ് വാങ്കും ഇഖാമത്തും സുന്നത്തുള്ളത്, അല്ലെ? പുരുഷന്മാർക്ക് വാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട്, സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമാണ് സുന്നത്ത്. എന്തില്ല? വാങ്ക് സുന്നത്തില്ല. മാത്രമല്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ മാത്രം കേൾക്കൊക്കെ വാങ്കം ഇഖാമത്തും കൊടുത്താൽ മതി. എന്നാൽ ജമാഅത്തിന് വേണ്ടിയുള്ള വാങ്കം ഇഖാമത്തുമാണെങ്കിലോ മറ്റുള്ളവരും കേൾക്കുന്ന രൂപത്തിൽ കൊടുക്കണം. ഒരു നാട്ടിൽ സമയം അറിയിക്കാൻ വേണ്ടിയുള്ള ബാങ്കാണെങ്കിൽ ആ നാട് മുഴുവനും കേൾക്കുന്ന രൂപത്തിൽ ബാങ്ക് വിളിക്കൽ നിർബന്ധമാണ്. ജുമ്മയ്ക്ക് ഉൾപ്പെടെ എന്നാണ്. ജുമ്മകൾക്ക് ഉൾപ്പെടെ വല്ല സ്ഥലത്തും കേൾക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കൽ ഇസ്ലാമിന്റെ ചിഹ്നമാണ്. ഒരു സ്ഥലത്ത് കുറെ മുസ്ലിമീങ്ങൾ താമസിക്കുന്നു, അവർക്കൊക്കെ ജമാഅത്തിന് കൂടേണ്ടതുണ്ട്, അവിടെ വാങ്ക് വിളിക്കാൻ പള്ളിയില്ല, വാങ്ക് വിളിയില്ല, എന്നാൽ ആ നാട്ടിലുള്ള എല്ലാവരും എന്താവും? കുറ്റക്കാരാവും, പാപികളാവും. എന്നാൽ കുറച്ചു പേരുടെ ജമാഅത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽപ്പെട്ട ആരെങ്കിലും ഒരാള് വാങ്ക് വിളി കേട്ടാൽ മതി. ഇനി ഒരാളിന് ഖളാആയ നിസ്കാരങ്ങൾ ഒരുപാടുണ്ട്, ഫർള് നിസ്കാരങ്ങളാണല്ലോ. എന്നാൽ എല്ലാ ഫർള് നിസ്കാരത്തിനും ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല. ആദ്യത്തെ നിസ്കാരത്തിന് മാത്രം ബാങ്ക് ഇഖാമത്തും, പിന്നെയുള്ള ഖളാ വിട്ട നിസ്കാരങ്ങൾക്കെല്ലാം ഏത് മതി? ഇഖാമത്ത് മാത്രം മതി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഖാമത്ത് മാത്രമാണ്, അത് മറ്റുള്ളവർ കേൾക്കേണ്ട ആവശ്യം ഇല്ല, അവർ മാത്രം കേട്ടുകൊണ്ട്. എന്നാൽ നിസ്കാരത്തിന് മാത്രം അല്ലാതെ ചില സന്ദർഭങ്ങളിൽ ബാങ്ക് സുന്നത്താകുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെ? പല സമയങ്ങളിലും ബാങ്ക് സുന്നത്തുണ്ട്. കാരണം എന്താ? ഈ ബാങ്ക് നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മളെ പിശാചിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണേത്? ഈ ബാങ്ക് ശൈത്താന് ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ്, അല്ലെ? പള്ളിയുടെ പരിസരത്തുള്ള പിശാച് ബാങ്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ബാങ്ക് കേൾക്കാത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകുമെന്നാണ്. പള്ളിക്കുള്ളിലുള്ള ശൈത്താനും അങ്ങനെ തന്നെ. പള്ളിയുടെ ഉള്ളിലുള്ള ശൈത്താനാണെങ്കിലും പുറത്തുള്ള ശൈത്താനാണെങ്കിലും ബാങ്കിന്റെ ശബ്ദം കാരണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നല്ലേ, അല്ലേ? നിസ്കാരത്തിലേക്ക് വരും. ഇത് കേൾക്കുമ്പോൾ ശൈത്താൻ ഇഷ്ടപ്പെടോ? കാരണം ഇവൻ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനാണ് അവൻ പരിശ്രമിക്കുന്നത്. അപ്പൊ പിന്നെ അവൻ ഇത് കേൾക്കാത്ത സ്ഥലത്തേക്ക് ഓടുമെന്ന കീഴ്വായു ഇട്ടുകൊണ്ട് പോകുന്ന ഹദീസിൽ കാണാം, അല്ലെ? ഇതാ നൂദിയലി സ്വലാ, നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ കീഴ്വായു ഇട്ടുകൊണ്ട് ശൈത്താൻ ഓടിപ്പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് വിളി തീരുമ്പോ അവൻ തിരിച്ച് പള്ളിയിൽ വരും. വീണ്ടും ഇഖാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവൻ ഇഖാമത്തിന് ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കാത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകും. അത് കഴിയുമ്പോഴാണ് പിന്നെന്ത് ചെയ്യണത്? വീണ്ടും പള്ളിയിലേക്ക് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ. അപ്പൊ ഇവന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക്? ബാങ്ക് വിളിക്കാം. അത് എവിടെയൊക്കെയാണ്? വയുസന്നു അദാനുൽ ഗൈരി സ്വലാ, നിസ്കാരത്തിനല്ലാത്ത സന്ദർഭങ്ങളിലും ബാങ്ക് സുന്നത്തുണ്ട്. കമാഫി അദാനുൽ മഹ്മൂം, ദുഃഖവും ടെൻഷനും അടിച്ചിരിക്കുന്ന ഒരാളിന് അടുത്ത് എന്ത് ചെയ്യാം? അവനക്ക് ബാങ്ക് വിളിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വൽ മസ്റൂഅ്, ബോധരഹിതനായി വീഴുന്ന ഒരാള്, ഈ ജന്നി പോലെയുള്ളതൊക്കെ വന്നിട്ട് വീഴുന്ന ഒരാളിന് എന്ത് ചെയ്യണം?
ബാങ്ക് വിളിച്ചു കൊടുക്കൽ സുന്നത്താണ്. വൽ ഖൽബാൻ, കോപിച്ചിരിക്കുന്നവന്റെ അടുക്കൽ ചെന്ന് ബാങ്ക് വിളിക്കണം. വിളിക്കുന്നവരെ സൂക്ഷിച്ചിരിക്കണം. അതെ, നല്ല ദേഷ്യം വരുന്ന ചില ആളുകൾക്ക് എപ്പോഴും ദേഷ്യം കൊണ്ടു നടക്കുന്ന ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? ബാങ്ക് കൊടുക്കണം. അല്ലേ? ഒന്നുകിൽ അവര് പോകും, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആള് പോകും. കാരണം കോപം ആരിൽ നിന്നുള്ളതാണ്? ഖളബ് ആരിൽ നിന്നുള്ളതാണ്? ശൈത്താനിൽ നിന്നുള്ളതാണ്. അല്ലേ? അതുകൊണ്ടാണ് ഇദാ ഖളിബ അഹദുകും ഫൽയതവല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ അവൻ ഉളൂ ചെയ്തു കൊള്ളട്ടെ. എന്തിനാണ് ഉളൂ ചെയ്യുന്നത്? കാരണം എന്താ? ഫഇന്ന ശൈത്താന ഖുലിക മിന്നാർ, പിശാചിനെ സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നാണ്. അപ്പോ ദേഷ്യം ഇന്നൽ വൽ ഖളബു മിനശ് ശൈത്താൻ, ദേഷ്യം പിശാചിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ വുളൂ ചെയ്താൽ അത് പിശാചിനെ കെടുത്തലാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പിശാചിനെ കെടുത്തലാണ്. അതുകൊണ്ട് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം? അവളുടെ വുളൂ ചെയ്യണം. മാത്രമല്ല, നിൽക്കുന്ന ഒരാളിൽ ദേഷ്യം വന്നാൽ അവൻ ഇരിക്കണം. ഇരിക്കുന്ന ഒരാളിൽ ദേഷ്യം വന്നാൽ അവൻ കിടക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരെ തിരിച്ചാണല്ലേ. ഇരിക്കുന്ന ഒരാളിന് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? ചാടി എഴുന്നേൽക്കും. നിബിധങ്ങൾ പറഞ്ഞു നേരെ തിരിച്ചാവണം എന്നുള്ളത്. കാരണം ഖളബ് അല്ലേ, അസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, ക്ഷമ ആദ്യത്തെ സമയം വരേണ്ടത്. എല്ലാം കഴിഞ്ഞിട്ട് ക്ഷമിക്കണേ സോറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്ഷമ വരേണ്ടത് ആദ്യ സമയം, ദേഷ്യം വരുന്ന സമയത്ത്. അപ്പൊ അത്രയും ദേഷ്യത്തെ നമ്മളെ മക്കളായാലും വലിയവരായാലും ഭർത്താവായാലും ഭാര്യയായാലും പതുക്കെ ചെവിയിലെത്തി എന്നിട്ട് എന്ത് ചെയ്യണം? ബാങ്ക് വിളിച്ചു. അതോടുകൂടി പ്രശ്നം വഷളാവും. അല്ലേ? നിങ്ങൾ എന്നെ ശൈത്താനാക്കി എന്ന് പറയും. അല്ലേ? അവരല്ല ശൈത്താൻ, അവരെ കൂടെ ഉള്ളതാണ് ശൈത്താൻ. ശൈത്താൻ എപ്പോഴും ഉണ്ടാവും. അല്ലേ? ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജറദം, പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം പിശാച് ഉണ്ടാവും. മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെല്ലാം ബ്ലഡ് ഓടുന്നുണ്ടോ ആ ഞരമ്പുകളിലൊക്കെ ആരുണ്ടാകും? ശൈത്താനും ഉണ്ടാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓമൻ സാഅ ഖുലുഖുഹു, അതുപോലെ തന്നെ സ്വഭാവം മോശമായ ദുസ്വഭാവമുള്ളവർക്കും ബാങ്ക് വിളിച്ചു കൊടുക്കണം. കുസൃതി കുരുത്തക്കേടൊക്കെ മക്കൾ കൂടുമ്പോൾ എന്ത് ചെയ്യണം? അവരുടെ ചെവിയിലും ബാങ്ക് വിളിച്ചു കൊടുക്കണം. അവർക്ക് മാത്രമല്ല, ഔ ബഹീമത്തിൻ, മൃഗങ്ങളിലും പെട്ടെന്ന് വിരണ്ട് ചാടി മറിഞ്ഞ് ദേഷ്യം വരുന്ന മൃഗങ്ങൾക്കും എന്ത് ചെയ്യാം? അവരെ ആര് ബുദ്ധിമുട്ടിക്കും? ശൈത്താൻ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അവർക്കും ബാങ്ക് വിളിച്ചു കൊടുക്കണം. തീപിടുത്തമുണ്ടാകുമ്പോൾ, കാരണം എന്താ? ഈ തീപിടുത്തം മുസ്ലിമീങ്ങൾക്ക് ഷറുണ്ടാകുന്ന തരത്തിലുള്ള ആപത്തുകൾ ഉണ്ടാക്കുന്നതിന് ശൈത്താന് താല്പര്യമാണ്. അവന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അവന്റെ സാന്നിധ്യം ഇല്ലാതിരിക്കാൻ വേണ്ടി എവിടെയും ബാങ്ക് വിളിക്കണം. അതുപോലെ തന്നെ ആരില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ പിശാചിന്റെ ബാധയുള്ളതുപോലെ തോന്നിയാൽ, പിശാചിന്റെ പോലെ പെരുമാറുന്ന ഒരാളെ കണ്ടാൽ അവർക്കും ബാങ്ക് കൊടുക്കണം. അതുപോലെ തന്നെ വൽ ഇഖാമത്തു, ഇവിടെ എല്ലാം ബാങ്കാണ്, എന്നാൽ ബാങ്കും ഇഖാമത്തും കൊടുക്കണം. എവിടെ? ഫി ഉദിനിൽ മൗലൂദി, പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ ചെവിയിൽ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും സുന്നത്താണ്. വഖൽഫൽ മുസാഫിരി, യാത്രക്കാരന്റെ പിറകെയും ബാങ്ക് വിളിക്കണം. നമ്മൾ ഏതൊരു യാത്രയ്ക്ക്, ദീർഘമായ ഒരു യാത്രയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ പോയാൽ അവർ പോകുന്ന വഴിയിലേക്ക് നോക്കി നിന്നിട്ട് എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കലും ഇഖാമത്ത് കൊടുക്കലും സുന്നത്താണ്. ഇതൊക്കെയാണ് ബാങ്കും ഇഖാമത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.